ശൈത്യകാല സമ്മേളനത്തിന്റെ 14ാം ദിവസമായ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തന്നെ ബഹളം വെച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന അസാധാരണമായ സാഹചര്യത്തിൽ ഈ നടപടികൾ സുഗമമായി മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. അതാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ബഹളം വെക്കുമ്പോൾ ജോർജ് സോറസ്, അമേരിക്കൻ വ്യവസായി ജോർജ് സോറസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഇതിന് ദേശീയ പതാകയും ചുവന്ന റോസാപ്പൂക്കളും ഭരണപക്ഷത്തിന് നൽകി പ്രതിഷേധിച്ച ഇന്ത്യ മുന്നണി ഇന്നും സമാനമായ പ്രതിഷേധ രീതികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. കിരൺ ബാബു ഉണ്ട്. കിരൺ നേരത്തെ പറഞ്ഞ പോലെ അസാധാരണമായ സാഹചര്യമാണ്. കാരണം ഭരണപക്ഷം തന്നെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഒപ്പം പ്രതിപക്ഷവും കൂടുന്നു. സഭാ നടപടികളുടെ സുഗമമായ നടത്തിപ്പിന് എന്ത് മാർഗമാണ് ഇനി മുന്നിലുള്ളത്? അത്തരം എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? രഞ്ജിത്തെ, അസാധാരണമായ സാഹചര്യമാണ് പാർലമെന്റിൽ നിലനിൽക്കുന്നത്. സാധാരണഗതിയിൽ പ്രതിപക്ഷമാണ് എപ്പോഴും ബഹളം വെക്കുകയും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഭരണപക്ഷം അത്തരത്തിലേക്ക് പ്രതിപക്ഷത്തെ പ്രതിരോധിക്കുക എന്നതിനപ്പുറത്തേക്ക് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഭരണപക്ഷം ബഹളം വെക്കുന്നത് അത്യപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമാണ്. കഴിഞ്ഞ കുറേയേറെ ദിവസം ഇന്ത്യ ബ്ലോക്കിലടക്കം വലിയ ഭിന്നതയുണ്ടെങ്കിലും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അദാനി വിഷയത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അവർ തുടർച്ചയായി ഈ വിഷയത്തിൽ പാർലമെന്റിൽ ബഹളം വെക്കുന്നുണ്ട്, പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് സോണിയാഗാന്ധിക്ക് അമേരിക്കൻ വ്യവസായിയായ ജോർജ് സോറസുമായി ബന്ധപ്പെടുന്നതും ജോർജ് സോറസും അദ്ദേഹത്തിന്റെ മാധ്യമ സ്ഥാപനവുമാണ് ഇന്ത്യക്കെതിരെ പ്രചരണങ്ങൾ നടത്തുന്നത്. അവർക്ക് വേണ്ടിയാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുകയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്ന മട്ടിലുള്ള പ്രചരണവുമായി ഭരണപക്ഷ അംഗങ്ങൾ തന്നെ സഭയിൽ ബഹളം വെക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ 2-3 ദിവസമായുള്ള പ്രധാനപ്പെട്ട, ആദ്യം രാജ്യസഭയിലാണ് ഇത് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഭരണപക്ഷത്തെ അംഗങ്ങളാണ് പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി ഈ സഭയിൽ ബഹളം വെച്ചുകൊണ്ടേയിരിക്കുന്നത്. അത്തരം അസാധാരണ ഒരു സാഹചര്യം ഇന്നും തുടരാൻ സാധ്യതയുണ്ട്. അദാനിക്കെതിരെ ഉന്നയിക്കുമ്പോൾ മറിച്ച് സോണിയാഗാന്ധി സോറസ് ബന്ധം ഉയർത്തിക്കാട്ടി ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഭരണപക്ഷം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ലൈൻ. പക്ഷേ ഇതിനിടയിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേയുടെ ബില്ലുകൾ അടക്കമുള്ള പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ പാസ്സായി മുന്നോട്ട് പോകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഏതെങ്കിലും തലത്തിൽ അല്ലെങ്കിൽ ഭരണപക്ഷം ഏതെങ്കിലും തരത്തിൽ ഇത്തരം സഭാ നടപടികൾ നടത്തിക്കൊണ്ടു പോകാൻ ഒരു മുൻകൈ എടുക്കേണ്ട അല്ലെങ്കിൽ അത്തരം വിട്ടുവീഴ്ചയ്ക്കൊക്കെ സ്വാഭാവികമായും എപ്പോഴും തയ്യാറാവുന്നത് ഭരണപക്ഷമാണ്. ഏത് പാർട്ടി ഭരിക്കുമ്പോഴും ആ രീതിയാണ്. പക്ഷേ അതിന് മറിച്ചൊരു തന്ത്രം കൂടിയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ NDA സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഭരണപക്ഷം തന്നെ പ്രതിപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് അത്തരമൊരു ബഹളത്തിന്റെ സാഹചര്യത്തിൽ ബില്ലുകൾ പാസ്സായി പോകുന്നു. അപ്പോൾ ഭരണപക്ഷവും അത്തരത്തിൽ ഏതെങ്കിലും സഭാ നടപടികൾ സുഗമമായി നടത്താൻ വേണ്ടിയുള്ള ശക്തമായ ഒരു ഇടപെടൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവാനുള്ള സാധ്യത എന്തായാലും കുറവാണ്. രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെതിരെ തന്നെ ഇന്നലെ അദ്ദേഹത്തെ നീക്കാനുള്ള പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ഇതുമായി സംബന്ധിച്ച് വലിയ വാദപ്രതിവാദങ്ങളൊക്കെ സഭയ്ക്കകത്തും പുറത്തുമെല്ലാം നടക്കുകയും ചെയ്തു. പാർലമെന്ററി കാര്യമന്ത്രി തന്നെയാണ് സോണിയാഗാന്ധിക്കെതിരെ അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. സാധാരണഗതിയിൽ പ്രതിപക്ഷവുമായി ചർച്ച നടത്തി ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചുമതല ഉള്ളത് പാർലമെന്ററി കാര്യമന്ത്രിക്കാണ്. മറ്റു പ്രധാനപ്പെട്ട നേതാക്കളടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും പാർലമെന്ററി കാര്യമന്ത്രി പ്രതിപക്ഷത്തെ കൂടി വിശ്വാസം എടുത്ത് മുന്നോട്ട് പോവുക എന്നതാണ്. പക്ഷേ സഭ തുടങ്ങുന്നതിന് മുന്നോടിയായി പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രധാനപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു തന്നെയാണ്. ബോധപൂർവം തന്നെയാണ് ഭരണപക്ഷവും നീങ്ങുന്നത്. അത്തരം ഒരു തന്ത്രമാണ് ഭരണപക്ഷം ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും സഭാ നടപടികളിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവച്ചു.